ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആയി. 3 മണിയാവാനായിട്ടോ, പുലർച്ചെ 3 മണിയാവാനായി. അപ്പോൾ ഇന്ന് നമുക്ക് AVS സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് വരെ ടൂറുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി. ഇനി ഒരു 3:15 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 3:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തണം. 3:15 എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 3:30 ആവുമെന്ന് വിചാരിക്കണം. 3:15 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ കാറെടുത്തിട്ടാണ് കേട്ടോ പോണത്. ഞാൻ 1-2 ഓട്ടോക്കാരനെ വിളിച്ചു നോക്കി ഒന്നാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വിളിച്ചവർ 2 പേരും ബിസിയാണ്, വേറെ എന്തോ അമ്പലത്തിൽ പോകാൻ അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് നേരത്തെ അല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കരുതി കാറെടുത്ത് പോകാമെന്ന് കരുതി. എന്നിട്ട് അനിയനോട് സ്പെയർക്ക് അനിയൻ്റെ അടുത്ത് ഇവിടെ വീട്ടിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ അനിയൻ പോയിട്ട് വണ്ടി എടുത്തിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്നിടും. സ്കൂളിൽ 2 ദിവസം വണ്ടി ഇട്ടാൽ ശരിയാവില്ല. അപ്പോൾ അവൻ തിരിച്ച് കൊണ്ടുവന്നിടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ്. കുറച്ച് സമയമുണ്ട്. അപ്പം നമ്മളിപ്പോൾ എത്ര നേരത്തെ ആണെങ്കിലും എങ്ങനെയും പോവുകയാണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കുടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഒന്നും കഴിക്കാണ്ട് യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് കാപ്പി ഉണ്ടാക്കി കുടിക്കും നേരത്തെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ. അപ്പം മോൾക്ക് കൊണ്ടുപോകാൻ മോൾക്കിന്ന് സ്കൂളുണ്ട്, ചെറിയ ആൾക്ക്. അപ്പോൾ അവളെ അമ്മ പറഞ്ഞയക്കും. അപ്പോൾ അവൾക്ക് ഇഡ്ഡലിക്ക് വേണ്ടി മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എണീറ്റിട്ട് ഞാനൊരു 2 മണി ആയിട്ടില്ല, 1:45 ആകുമ്പോഴത്തേക്ക് എണീറ്റു. നേരത്തെ കിടക്കുകയൊക്കെ ചെയ്തു, പക്ഷെ തീരെ ഉറക്കം കിട്ടിയില്ല കേട്ടോ. ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഒരു 1:45 ആകുമ്പോൾ എണീറ്റപ്പോൾ പിന്നെ ഉറങ്ങിയില്ല. എന്നിട്ട് പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്, സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാറമ്മ വെച്ചോളും, ഇഡ്ഡലി ഉണ്ടായിക്കോളും. അപ്പോൾ എന്നിട്ട് അവളെ പറഞ്ഞയച്ചോളും. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തെടുക്കാൻ പറഞ്ഞാലും ഈ ഒരു സാധനം എടുക്കാൻ മറക്കരുത്. 2 ബാഗാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകണത്. സ്വെറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആവശ്യം വന്നാൽ ബുദ്ധിമുട്ടരുതല്ലോ. അങ്ങനെ ഞാൻ സ്കൂളിലെത്തിയപ്പോൾ ഒരുവിധം കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 മണി 3:15 കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിലെത്തി. കുട്ടികളൊക്കെ വന്ന് അവിടെ ക്ലാസ്സിലിരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എണ്ണമൊക്കെ എടുത്തിട്ടാണ് ഓരോരുത്തരെ ഓരോ ബസ്സിലേക്ക് കൊണ്ടുപോവുക. എൻ്റെ ബസ് നമ്പർ 3 ആയിരുന്നു കേട്ടോ. 6 ബസ് കുട്ടികളായിട്ടാണ് ഞങ്ങൾ പോയത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അത് 8 ബസ്സായിരുന്നു, ഇത് 6 ബസ്സായിട്ടാണ് ഞങ്ങൾ പോയത്. ബസ്സിൽ കയറി ഡ്രൈവർക്ക് ബസ് എടുക്കാനുള്ള സമയമില്ലാണ്ട് തന്നെ അവർക്ക് പാട്ടൊക്കെ വെക്കണം കേട്ടോ. അവർ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ പോവാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ തന്നെയാണ്. അവർക്ക് പാട്ട്, ലൈറ്റ്. ഞാൻ പറയും അയാളൊന്ന് സ്റ്റിയറിങ്ങുമ്മ കൈ വെച്ചോട്ടെ എന്നൊക്കെ പറയും കേട്ടോ ചില സമയത്ത്. ഇന്ന് ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ അങ്ങനെയാണ്. കുട്ടികൾക്ക് ബസ്സിൽ കയറി ഇരുന്ന ഉടനെ പാട്ട് കിട്ടണം, ലൈറ്റൊക്കെ കിട്ടണം. എനിക്ക് ഈ ലൈറ്റൊക്കെ മേലേക്ക് അടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എമ്പുരാനിലെ നമ്മളെ ലാലേട്ടൻ്റെ എൻട്രിയാണ് കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ വെളിച്ചമൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ ചുരം കയറാനായിട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ ഈ ചുരം ഒരുപാട് തവണ കയറിയിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് കോട ഇറങ്ങിയിട്ടുള്ളൊരു ചുരം കണ്ടിട്ടില്ല കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു സമയത്ത് ഇതുവരെ അതുവഴി പോയിട്ടില്ല എന്നുള്ളത്. ഞങ്ങളെപ്പോഴും ഒരു ഉച്ചയോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സമയത്താണ് കയറുകയൊക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു കോട കണ്ടിട്ടില്ല. അപ്പം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി എത്തിയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മളുടെ എല്ലാ ബസ്സുകളും വന്നു. എല്ലാ ബസ്സും നിർത്താനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലേറ്റ് ആവും, മെല്ലൊക്കെ കഴിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പിന്നീട് ഞങ്ങളെടുത്തത് ലഞ്ച് കഴിക്കാനായിട്ടാണ് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, നമ്മൾ കുടുംബശ്രീയിലെ ആൾക്കാരെ നമ്മൾ കളിയാക്കാറില്ല. ഞങ്ങൾ രാവിലെ വരും, ചായ കുടിക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് ഒരു ചായ കുടിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ ടൂറിനായിട്ട് ഇറങ്ങിയിട്ട് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇതുവരെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് കാണാനുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ലഞ്ചും കഴിച്ച് ഞങ്ങൾ വീണ്ടും ബസ്സൊക്കെ എടുത്തു. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളിതാ പോണത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് കേട്ടോ. കൊടകിലെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോണത്. അങ്ങനെ അവിടേക്ക് എല്ലാവരും കയറി. നമ്മൾ ഈ ഷൂ ഇട്ട കാരണം കൊണ്ട് അത് ഊരുന്നതും ഇടുന്നതും, ഈ യാത്രയിൽ എപ്പോഴും ഷൂ ആണ് നല്ലതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഷൂ ഇടുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും വേണ്ടിയില്ല,
അതൊക്കെ കണ്ട് ഷൂ ഒക്കെ ഇട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരുപാട് സമയമൊന്നും അവിടെ ഇരുന്നില്ല, കാരണം കുട്ടികളായിട്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ വെച്ചാൽ കുട്ടികളെ എല്ലാ സ്ഥലത്തും മാക്സിമം കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കൊന്നും പോകുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മാത്രമായിട്ട് പോകുന്ന പോലെയുള്ള അങ്ങനെ ഇരുന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അവർക്ക് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ കുടകിൽ നിന്ന് ഞങ്ങൾ പിന്നീട് മൈസൂർ ബാംബു ഫോറസ്റ്റിലേക്കാണ് കേട്ടോ പോയത്. ഇത് ഗോൾഡൻ ടെമ്പിൾ കുടകിലാണുള്ളത്, പിന്നെ ബാംബു ഫോറസ്റ്റിലേക്കാണ് പോയത്. ഇത് സംഭവം അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്, നല്ല കൂളിങ് ഇതിൽ നടക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൈസൂർ കൂർഗിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ തന്നെ വന്നത്. ബാംബു ഫോറസ്റ്റിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കണം. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. മൈസൂർ പോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടെ പോയി കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നേരെ DJക്കാണ് കേട്ടോ പോയത്. DJ കഴിഞ്ഞ് ഫുഡ്, പിന്നെ അവിടെ തന്നെയായിരുന്നു നമ്മുടെ താമസമൊക്കെ ഉണ്ടായിരുന്നത്. DJക്ക് അകത്തേക്ക് ഞാൻ കയറി അതേപോലെ തന്നെ തിരിച്ചു വന്നു കേട്ടോ, എനിക്കതൊന്നും പറ്റുകയില്ല. അങ്ങനെ നമ്മൾ താമസിച്ചത് ഇതുപോലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, കുറേ ഇങ്ങനത്തെ ഉണ്ട്. അതിൽ ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ നമ്മൾ ഉറങ്ങാനായിട്ടാണ് എല്ലാ കുട്ടികളൊക്കെ ഓരോരോ റൂമിലായി. ഞാനും പിന്നെ കൂടെയുള്ള നസീമ എന്ന് പറഞ്ഞ അവളും ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ റൂമിൽ. റൂം വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളി സെറ്റപ്പ് റൂമൊന്നുമല്ല, ഒരു നോർമൽ റൂമാണ്, കുഴപ്പമൊന്നുമില്ല. അത് പുതിയ ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ലാത്തൊരു റൂം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ആണ് മൈസൂർ പാലസും അതേപോലെ ചാമുണ്ഡി ഹിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നാളെയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ പോകണം. എത്ര മണിക്ക് എണീക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഇന്നലെ ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങി, നല്ല ടയേർഡായിരുന്നു. മിനിയാന്നല്ല ഇന്നലെ നേരത്തെ എണീറ്റതൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നന്നായി കിടന്നുറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മൈസൂർ പാലസും അവിടേക്കൊക്കെ പോകട്ടോ. അപ്പോൾ കുറേ പ്രാവശ്യം കണ്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും എനിക്കുണ്ടാകുമ്പോൾ ഇനി പർച്ചേസ് ചെയ്യുന്നിടത്ത് പുതിയ ഐറ്റം വന്നെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ, കാരണം അത്രയും പ്രാവശ്യം കണ്ട സ്ഥലമാണ്. അപ്പോൾ ഇനി അവിടെയൊക്കെ പോയിട്ട് വരാം. വിൻഡോയിൽ നിന്നുള്ള പിന്നാമ്പുറ കാഴ്ചകളാണ് കേട്ടത്. പാടാണ്, നമ്മളെ നാട് പോലെ ഉണ്ട് കാണുമ്പോൾ. കുട്ടികൾ ബോയ്സിനായിട്ട് ഇന്നലെ വേറെ സ്ഥലത്തേക്ക് പോയിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ അവിടെ വെച്ചിട്ടാണ് പോയത്. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിപ്പോൾ ലഗേജൊക്കെ കൂടെ ആയിരുന്നു ഇത്ര സമയം. ഇപ്പം ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നു, ചെറുതായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ മക്കൾ. എല്ലാ ബസ്സിലത്തെ കുട്ടികളും ഇതിലുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് കേട്ടോ അവരിങ്ങനെ നിൽക്കുന്നത്. കാരണം ഒരാളെ നിർത്തുമ്പോൾ അപ്പുറത്താൾ അങ്ങോട്ട് അങ്ങനെ കുറച്ച് പണിപ്പെട്ട് അങ്ങനെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ നല്ല മനോഹരമായ പാടങ്ങളും പാടശേഖരങ്ങളും ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ എല്ലാ ബസ്സും നിർത്തിയിട്ട് കുട്ടികളെ വെച്ച് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചാമുണ്ഡി ഹിൽസിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് കുട്ടികൾക്ക് പർച്ചേസിങ്ങിനുള്ള ടൈം അവിടെ നിന്നാണ് കൊടുത്തത്. അമ്പലത്തിലോട്ടൊന്നും ആരും കയറിയില്ല, ഒന്നാമത് നമുക്ക് പറ്റൂല, ക്യൂ ഒക്കെ നിന്ന് കയറണം. അപ്പോൾ കുട്ടികൾ കൂടുതലും പർച്ചേസിങ് ആയിരുന്നു, അതിനാണ് അവർക്ക് അത്യാവശ്യം സമയം കൊടുത്തത് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു പർച്ചേസിങ് ചെയ്യുന്നിടത്ത്, ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ. സൂചി കുത്താൻ സ്ഥലമില്ല നമുക്ക്, നമ്മൾ പറഞ്ഞ അത്രയും തിരക്കായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് മൈസൂർ പാലസിലേക്കാണ്. ഞാനേ ഷൂ ഇട്ടതുകൊണ്ട് എല്ലാവരും ബസ്സിൽ ചെരുപ്പും ഷൂ ഒക്കെ അഴിച്ചിട്ടാണ് വന്നിട്ടാണ്. ഞാൻ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ അത് അഴിച്ചിടണമല്ലോ. അവിടുത്തെ ചെരുപ്പിൻ്റെ അവിടുത്തെ കൗണ്ടറിൻ്റെ നീളം കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ അതിനകത്തുള്ളത്. പൈസയൊന്നും കൊടുക്കണ്ട, പക്ഷെ നല്ല നീറ്റായിരുന്നു. ഒട്ടും
ഇഷ്ടമല്ലാത്ത സൂവിനകത്ത് കയറിയിട്ട് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ ആനയുടെ ഒക്കെ കോലം കണ്ടിട്ട് ഉണ്ടെങ്കിൽ സങ്കടം വരും കേട്ടോ. മെലിഞ്ഞ് ഉണങ്ങിയിട്ട് നടക്കാനും വയ്യാവുന്നുണ്ട്. സൂലും കൂടി പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് നമ്മളുടെ വൃന്ദാവൻ ഗാർഡനിലെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞതോടുകൂടി ഞങ്ങളുടെ യാത്ര അത് കഴിഞ്ഞ് ഫുഡും കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. ഇത് ഞങ്ങൾ കുറേ തവണ പോയിട്ട് കാണാത്തൊരു സംഭവമാണ്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്ര ഇങ്ങനെ അങ്ങോട്ട് അവസാനിച്ചു. നല്ല അടിപൊളി യാത്രയായിരുന്നു. കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയാവുമല്ലോ. അപ്പോൾ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.